ആ പിച്ചക്കാരൻ ചെറുക്കൻ എവിടെ വെച്ച് കിട്ടിയാലും ഇനി എന്ത് കേസ് വന്നാലും ശരി ഞാൻ അടി കൊടുക്കും. കാരണം എന്താ അറിയോ, ഞാൻ അങ്ങനെ വിളിക്കുള്ളൂ അവനെ. വെറും വൃത്തികെട്ട ചെറുക്കൻ, അലവലാതി ചെറുക്കൻ. ആ വൃത്തികെട്ടല്ല, അലവലാതി. കാരണം ഒരു സിമ്മിൽ നിന്ന് വിളിക്കുക. അപ്പം ഞാൻ പറയണം, അനിയാ നിൻ്റെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മാന്യനാണെങ്കിൽ അവിടെ അവസാനിപ്പിക്കണം ഇല്ലേ. കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വേറൊരു സിമ്മിൽ നിന്ന് വിളിക്കുക. അപ്പം ഞാൻ എടുക്കുമ്പോൾ ഞാൻ സന്തോഷം വർക്കി അല്ല എന്താ ആറാട്ടെണ്ണൻ. ഞാൻ പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സംസാരിക്കുന്നു, ഫോൺ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ മൂന്നാമതൊരു സിം. അവൻ്റെ എനിക്ക് തോന്നുന്നു ഈ തന്തിയും തള്ളേക്ക് 50 സിമ്മാണ് വാങ്ങിച്ചു കൊടുത്തിരിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ 4-ാമത്തെ 5-ാമത്തെ സിമ്മിൽ നിന്ന് വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കേരളത്തിൽ എന്ത് കേസ് എൻ്റെ പേരിൽ എടുത്താലും ശരി, നിൻ്റെ മൂക്കിനെ ഇടിച്ച് പരിപ്പാക്കും എന്ന് പറഞ്ഞു. അത് എവിടെ വെച്ച് കിട്ടിയാലും കൊടുക്കുകയും ചെയ്യും. എവിടെ വെച്ച് കിട്ടിയാലും ഈ അലവലാതെ ചെറുക്കനെ കിട്ടിയാൽ ഞാൻ കൊടുക്കും. കാരണം മഞ്ജു വാര്യരുടെ സഹോദരനൊക്കെ എങ്ങനെ നാണാറ്റ് നടക്കണേ. മഞ്ജു വാര്യരുടെ അച്ഛനെ വിളിച്ചിട്ട് പറയാണ്, ചേച്ചി എനിക്ക് കെട്ടിത്തരാൻ. അവൾക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാനുള്ള പാങ്ങുണ്ട് അവന്. അലവലാതി എൻ്റെ കയ്യിൽ കിട്ടിയാൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ സന്തോഷം വർക്കിയ ആളാണോന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ അവനോട് പറഞ്ഞേരെ, അവൻ്റെ കഷ്ടകാലം തുടങ്ങുന്നത് ശാന്തിയുള്ള ദിനേശിൻ്റെ മുമ്പ് വരുമ്പോണെന്ന് പറഞ്ഞേരെ. ഇനി അകത്ത് കിടക്കേണ്ടി വന്നാൽ അവൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചാലും ശരി, അവൻ്റെ മൂക്കിനെ ഇടിച്ച് പരത്തും എവിടെയെങ്കിലും വെച്ച്.